ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന സൗന്ദര്യലഹരി എന്ന ശങ്കരാചാര്യരുടെ കാവ്യമാണ്. ഇത് കണ്ട എല്ലാവരുടെയും ഗുരുഭ്യോ നമഃ. ഓം ശങ്കരാചാര്യായ നമഃ. സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പരാം. സൗന്ദര്യലഹരീകർത്രേ സർവമംഗളദായികേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രികമ്പകേ ദേവി നാരായണി നമസ്തുതേ. സൗന്ദര്യലഹരി. ശിവശക്ത്യായുക്തോ യദി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അധസ്ത്വാമാരാധ്യാം ഹരിഹരവിരിഞ്ചാദിവിരഭി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതേ. ശിവൻ ശക്തിയുമായി ചേർന്നിരിക്കുമ്പോൾ ശക്തിമാനാകും. ദേവൻ അങ്ങനെ അല്ലെങ്കിലോ ഒന്ന് സ്മരിക്കാൻ പോലും കഴിവില്ല. അതിനാൽ അമ്മേ ഹരിയും ഹരനും ബ്രഹ്മാവാദിയർ ആരാധിക്കുന്നു, സ്തോത്രങ്ങൾ ചൊല്ലി നമസ്കരിക്കുന്നു. ജനങ്ങൾ സ്തോത്രങ്ങൾ ചൊല്ലി നമസ്കരിക്കുന്ന ആരാണോ അവർ പാപം ചെയ്യാത്തവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. സുകൃതി ചെയ്തവർക്ക് എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ ഒക്കും? ഞാൻ പുണ്യം ചെയ്തതുകൊണ്ടാണ് എനിക്കിത് സ്തുതിക്കാൻ തോന്നുന്നത്. അത്ര മഹിമയുള്ള ഒരു സ്തോത്രമാണ് ഇത്. ഈ അമ്മയുടെ സൗന്ദര്യം എത്രയും വർണ്ണിക്കുന്നുവോ അതനുസരിച്ച് നമുക്ക് അനുഭവം ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തെ ശ്ലോകം. തനിയാം സംവാംസു തവചരണ പങ്കേരുഹഭവം വിരിഞ്ചി സഞ്ചുന്യൻ വിരജയതി ലോകാനവികലം വഹത്യേനം ശൗരി കഥമവി സഹസ്രേണ ശിരസാം ഹരസംക്ഷുഭ്യനം ഭജതി വസിതോ ദൂളനവിധീം. അമ്മയുടെ കാലിലെ പൊടി കൊണ്ട് ബ്രഹ്മാണ്ടമെല്ലാം ബ്രഹ്മാവ് സൃഷ്ടിച്ചു. മഹാവിഷ്ണു അത് വഹിച്ചുകൊണ്ടുപോയി ആദിശേഷൻ്റെ ശിരസിൽ വഹിച്ചുകൊണ്ട് 14 ലോകങ്ങളെ അതിൻ്റെ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചു. ആ 14 ലോകങ്ങളെയും പൊടിച്ചു ഭസ്മമാക്കി സ്വന്തം ദേഹത്തിൽ പൂശി മഹാദേവൻ. കടുത്ത ചുവന്ന പൊടിയായ ആ പൊടിയെ നമസ്കരിക്കുമ്പോൾ നമ്മുടെ നെറ്റിയിൽ പുരളും. അത്ര അമ്മയാണ് ഇതിനെല്ലാം ആധാരം. ആദിശക്തിയാണ് അമ്മ. അമ്മയെ എല്ലാവരും ആരാധിക്കണം. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ പോലും അമ്മയെ ധ്യാനിക്കുന്നു. അമ്മയാണ് ആദിപരാശക്തി. ആ ദേവിയെ എല്ലാവരും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചാൽ അവർക്ക് അനുഭവം ഉണ്ടാകുന്നതാണ്. നമസ്തേ.